പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. ഈശ്വര, വിഘ്നേശ്വര, രക്ഷിക്കണേ. സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. അടിയനും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ. നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരിയാക്കരുതേ ഗണേശ. മമ്മി വേണേ പറയാം. അല്ല, മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു നെപ്പ മമ്മി വന്നിട്ടില്ല. ഈ ചേച്ചിയുടെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. അത് ഇതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, നീ മുടിഞ്ഞു പോകുമ്പോടാ നാറി എന്ന്. ഇപ്പൊ കേൾക്കുമ്പോ ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്. ഇല്ല, അത് ആ പ്രായത്തിൽ ഞാൻ എന്റെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയാൻ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്നായിരുന്നു ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ വേറെന്ത് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. മക്കളുണ്ടാവനെ പുണ്യം ചെയ്യണം. ഇനി കാണപ്പോവത് നിജം. ഈ ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല, ഇടയ്ക്ക് ആറാട്ടണ്ണൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ പുള്ളി ഒരു 20 സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കാറില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. എനിക്ക് ബുദ്ധിമുട്ടിക്കാറ്. എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. വലിയൊരു ശല്യായില്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ പിന്നെ ബ്ലോഗും ചെയ്യാൻ പോറില്ല കേട്ടോ. എനിക്ക് പാവം തോന്നാറുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ. അനാർക്കലി വളരെ സുന്ദരിയാണ്, ബോൾഡാണ്, വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെ. ഓക്കെ. ഒരു മര്യാദ വേണ്ടേ? മതി മതി, നിർത്ത് നിന്റെ ഷോ. ബാക്കി നാളെ പറയാം. നിങ്ങളുടെ ഉദ്ദേശം ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടേ? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോട്ടെ.